മറ്റൊരു വിവരം തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയിൽ പോലീസിലും പരാതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കൊടി വാങ്ങിയെന്ന ബിൽ തന്റെ GST നമ്പർ ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നാണ് വ്യാപാരിയുടെ പരാതി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ പ്രമദചന്ദ്രൻ വെഞ്ഞാറമൂട് പോലീസിലാണ് പരാതി നൽകിയത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനും പരാതി നൽകുമെന്ന് പ്രമദേന്ദ്രൻ ന്യൂസ് 8 പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രമദേന്ദ്രന്റെ ഓഡിയോ അതിന്റെ സംഭാഷണത്തിലേക്ക്. ബില്ല് വ്യാജമാണ്. നമുക്ക് 4 വർഷത്തിന് മുമ്പ് കമ്പ്യൂട്ടർ ബില്ലായിരുന്നു. അന്ന് വലിയ സെയിലൊക്കെ ഉണ്ടായ സമയത്ത്. ഇപ്പൊ സെയിലില്ലാത്തതുകൊണ്ട് 4 വർഷം കൊണ്ട് നമ്മുടെ ചെറിയ ബിൽ ബുക്കാണ്, കൈകൊണ്ട് എഴുതുന്ന ബില്ലാണ്. ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യില്ല. അതുമല്ല, ഇതില് ഏജൻസി തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കുള്ള ഏജൻസി കണിച്ചോട് വാമനപുരം എന്നാണ് നമ്മൾ ആ ഡ്രസ്സിൽ കിടക്കുന്നത്. GST നമ്പർ, FSSI നമ്പർ എല്ലാം നമ്മളെ ബില്ലിൽ വരും. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സീലില്ല, നമ്മുടെ ഒപ്പില്ല. അതുപോലെ GST ബില്ല് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആരെല്ലാം പൈസ കൊടുത്തത്? ഈ പൈസ കൊടുത്ത ആൾക്കാർ അവരെ കണ്ടെത്തണം. ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരെ അന്വേഷിച്ച് കണ്ടെത്തണം. ഈ നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് ഒരു ബില്ല് ഉണ്ടാക്കുകയാണ്. അതെ, ഈ നമ്മളെ ബില്ലിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ ഈ നമ്പരല്ല, എന്റെ ഒരു പഴയ മൊബൈൽ നമ്പറും വൈഫിന്റെ നമ്പറുമാണ് ആ ബില്ലിൽ കിടക്കുന്നത്. പക്ഷേ ഇതിൽ അടിച്ചിരിക്കുന്ന ബില്ലിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറിൽ ഒരക്കം മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം അത് പറഞ്ഞത് ചുരുക്കി പറഞ്ഞ ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ പോലും തെറ്റാണ്. അപ്പൊ അത് വിളിച്ചാൽ കിട്ടാത്ത നമ്പർ ആയിരിക്കും. വിളിച്ച് തിരക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അവരങ്ങനെ ആ കള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. ചേട്ടന് BJP ബന്ധം എന്താണ്? ഞാൻ BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി ഇവിടെ വെഞ്ഞാറമൂടാണോ? വാമനപുരം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പേരെന്താ? എന്റെ പേര് പ്രമദചന്ദ്രൻ. പ്രമദചന്ദ്രൻ. ഓക്കെ. വർഷമായിട്ട് BJP ഉള്ള ആളാണോ? ഇല്ല, ഞാനൊരു 2 വർഷം ആയേ ഉള്ളൂ. ഞാൻ CPIയിലായിരുന്നു. ഞാൻ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ BJPയിലോട്ട് വന്നതാണ്. ഈ കൊടിയൊന്നും അവിടെ കച്ചവടമേ ഇല്ല. മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഇലക്ഷന്റെ ചുമതലയൊന്നും തന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ എന്റെ 2 ബൂത്തിൽ ഞാൻ വർക്ക് ചെയ്തു. വേറെ പ്രവർത്തിക്കാനുള്ള ചുമതല തരാത്തോണ്ട് എന്റെ ബൂത്തിൽ മാത്രം ഇറങ്ങിയത് വർക്ക് ചെയ്തു. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോർഡ് പുറത്താണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ദിവസം മുമ്പാണ് എടുത്ത് അകത്ത് വെച്ചത്. വേറെന്തോ ഇതിനടുത്ത് വെച്ചാണ്. ഈ ബോർഡിൽ നമ്മളെ GST നമ്പറുണ്ട്, FSSI നമ്പറുണ്ട്. അതില് യഥാർത്ഥ ഫോൺ നമ്പറും അതിലുണ്ട്. ബില്ലിലുള്ള ഫോൺ നമ്പരും ആ ബോർഡിലുണ്ട്. ഇതിൽ കളിച്ചിട്ടുള്ള നമ്മളെ രാഷ്ട്രീയ ശത്രുക്കളുണ്ട്. അവര് ആരാണോ ഈ നമ്പർ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ വന്ന് നോക്കിയെടുത്ത് എന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് പോലീസിന് പരാതി കൊടുത്തു. 4:30 വെഞ്ഞാറമൂട് CIക്കാണ് പരാതി കൊടുത്തത്. അതിന്റെ റെസീപ്റ്റ് ഉണ്ട്. പിന്നെ എന്തായാലും പരാതി അന്വേഷിക്കണം. പാർട്ടിക്കും പരാതി കൊടുക്കുന്നുണ്ടോ? പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. ഞാനത് രാജീവ് ചന്ദ്രശേഖർജി സ്ഥലത്തില്ല എന്ന് പറയുന്നു. എന്തായാലും നാളെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് നാളെ തന്നെ പരാതി കൊടുക്കുന്നുണ്ട്. അതിനോട് വളരെ വ്യക്തമാണ്, ആസൂത്രിതമാണ്, ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിൽ. BJP പ്രവർത്തകനായ CPIയിൽ നിന്ന് BJPയിലേക്ക് വന്ന ഒരാളുടെ പേര് ഉപയോഗിച്ച് അയാളുടെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് തട്ടിപ്പ്. അതിൽ അദ്ദേഹം പറയുന്ന ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് ഫോൺ നമ്പർ പോലും വ്യാജമായി ചേർത്തു, ഒരു നമ്പർ മാറ്റി തൻ്റെ. അങ്ങനെ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ വലിയ ഒരു തട്ടിപ്പാണ് ഇത്. പാർട്ടിയെ ചെറിയ തോതിലൊന്നുമല്ല ബാധിക്കുക, വലിയ തലകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉരുളേണ്ടി വരും. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാത്രമുള്ള കൊടി വാങ്ങിയതിന്റെ പേരിലുള്ള ബില്ലാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ്. ഇതിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് 3.25 ലക്ഷം രൂപ ഇതിൽ തട്ടിച്ചു. ഈ ബില്ലിന്റെ പേരിൽ തട്ടിച്ചു. അത് 3.25 ലക്ഷം രൂപയ്ക്കാണ് ഈ ബില്ല് നൽകിയിരിക്കുന്നത്. AR ഏജൻസീസ് എന്നാണ് കടയുടെ പേര്. അദ്ദേഹത്തിന്റെ കടയെന്ന് പറയാം. അദ്ദേഹത്തിന്റെ GST നമ്പറൊക്കെ വെച്ചാണ് തട്ടിപ്പ്. സ്വാഭാവികമായും ഈ പണം അദ്ദേഹത്തിന്റെ GST നമ്പറിൽ ആണ് പണം അടച്ചതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട പണമാണ്. അദ്ദേഹം പറയുന്നു ആ പണം എനിക്ക് കിട്ടിയിട്ടില്ല, ഇത് ആർക്ക് കൊടുത്ത പണമെന്നാണ് അദ്ദേഹം തന്നെ ചോദിക്കുന്നത്. മാത്രമല്ല ഇതിൽ അദ്ദേഹത്തിന്റെ കട ഒരു പലചരക്ക് കടയാണ്. അവിടെ സ്വാഭാവികമായും കൊടി വിൽക്കുന്ന ഒരു കടയുമല്ല. എന്നിട്ടും ഈ പണം എങ്ങനെ പോയി, എവിടെ പോയാണ് ചോദിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ GST നമ്പർ ഉപയോഗിച്ച് വളരെ ആസൂത്രിതമായി ബോധപൂർവ്വം നടത്തിയ ഒരു തട്ടിപ്പാണിത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കൊടി അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിയിരിക്കണം. ഇവിടെ കൊടിയില്ലാന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. കൊടി വിൽക്കുന്ന കടയല്ല, പലചരക്ക് കടയാണ്. പലചരക്ക് കടയിൽ പാർട്ടി കൊടി വാങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏതായാലും പ്രമദചന്ദ്രൻ ഈ വിഷയത്തിൽ ഇന്നലെ വെഞ്ഞാറമൂട് CIക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ പരാതി നൽകാനാണ് അദ്ദേഹത്തിന്റെ ആലോചന. 16-ാം തീയതി മാത്രമേ
രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുകയുള്ളൂ. അദ്ദേഹം വിദേശത്ത് നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18-ാം തീയതി ഇപ്പോൾ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. കടുത്ത പ്രതിഷേധത്തിനും അമർഷത്തിനുമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. കാരണം അദ്ദേഹം വളരെ പ്രതീക്ഷയോടു കൂടിയാണ് സംസ്ഥാനത്തേക്ക് എത്തിയത്. വലിയ വിജയം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം വിശ്വസിച്ച് ഒപ്പം നിർത്തിയ ആളുകൾ പോലും ഇങ്ങനെ ഫണ്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ഒരു വിവരമാണ് രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പക്ഷേ ഒരു പരിമിതി പ്രശ്നം BJPക്ക് മുന്നിലുള്ളത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വരുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്താൽ BJP വലിയ അഴിമതി നടത്തുന്ന പാർട്ടി എന്ന ഒരു വ്യാഖ്യാനം പുറത്തുണ്ടാകും. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് BJP. ഇടത് വലത് മുന്നണികൾ പതിറ്റാണ്ടുകളായി കേരളത്തെ കൊള്ളയടിക്കുകയാണ്, അവർ ജനങ്ങളെ പറ്റിക്കുകയാണ്. അതിന് പകരമാണ് ബദലാണ് BJP സുതാര്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ്, നരേന്ദ്രമോദിയുടെ പാർട്ടിയാണെന്ന അവകാശവാദമൊക്കെയാണ് BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിച്ചത്. ആ പാർട്ടിയിൽ അവരുടെ ഓഫീസ് നിയന്ത്രിച്ച ആളുകൾ പോലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ കൂട്ടുനിന്നുവെന്ന വിമർശനം BJP നേതൃത്വത്തിൽ താങ്ങാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇതിപ്പോ അരുണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു വന്നത് നേരത്തെ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ മാത്രം കണക്കാണ്. നമുക്കറിയാം കേരളമെമ്പാടും 140 സീറ്റുകളിലും മുന്നണിയായും അല്ലാതെയും മത്സരിച്ച പാർട്ടിയാണ് BJP. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോയാൽ ഇതിന്റെ വ്യാപ്തി വല്ലാതെ കൂടും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു 3-അംഗ സമിതി അന്വേഷിക്കുന്നുണ്ട് ഈ വിഷയം. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് പരാതിയും പോയിട്ടുണ്ട്. എന്തെങ്കിലും ഇടപെടലോ ചോദ്യങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലും മറ്റ് നടപടികളിലേക്കോ കേന്ദ്ര നേതൃത്വം അടക്കം കടക്കും, ഗൗരവമായി വിഷയത്തെ കാണുമെന്ന് പ്രതീക്ഷിക്കാമോ? അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഇത് കേവലം തിരുവനന്തപുരത്തെ മാത്രം ഒരു പ്രശ്നമല്ല. തിരുവനന്തപുരത്ത് അവരുടെ സംസ്ഥാന ആസ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ കേന്ദ്രീകരണം മാത്രമാണ്. T20 സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. BJP പാർട്ടിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തയിടങ്ങളിൽ സിനിമാ താരങ്ങളെ, പല പ്രശസ്ത സിനിമാ താരങ്ങൾ ഇത്തവണ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അത് കേവലം BJPയോടുള്ള ഇഷ്ടമോ നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടമോ ഒന്നുകൊണ്ടും അല്ല. പകരം BJP നേതൃത്വം വലിയ രീതിയിൽ ഇതിന് പണം ചെലവാക്കി എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തീവ്ര ഹിന്ദു സംഘടനാ നേതാവ്, തീവ്ര നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനാ നേതാവ് ഇതിന് ഇടനില നിന്നു എന്ന പരാതിയാണ് വരുന്നത്. അതിലും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ശരി അരുൺ, ശരി. അവിടെ ശക്തമായ കനത്ത മഴ പെയ്യുന്ന ഒരു സ്ഥലത്താണ് അരുൺ നിൽക്കുന്നത്. ഏതായാലും വിശദമായി തന്നെ നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്തു. വലിയ തട്ടിപ്പ് വിവാദം BJP തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു. പാർട്ടി നേതൃത്വം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഓരോ ദിവസവും തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുന്നു. അതിന്റെ കണക്കുകളും രേഖകളും മറ്റും പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.